എന്ന് വിളിക്കുന്നത് കേട്ടാ പിന്നെ എങ്ങനെ പോകാതിരിക്കും? അള്ളാടെ പള്ളിയിൽ നിന്നിട്ട് 5 നേരം പള്ളിയിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടാ എങ്ങനെ പോകാതിരിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു ഗുണം, ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അതുകൊണ്ടാ മുത്തുനബി സ്നേഹിച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കില്ലാതെ പോയതും അത് തന്നെയാ. അള്ളാഹുവെ, പള്ളിയുടെ ചാരത്താ വീട് കിടക്കുന്ന 5 നേരം വിളിക്കാറുണ്ട് നിസ്കരിക്കാൻ. ആരാപ്പാ പോവാ? ആരാ നിസ്കരിക്കാൻ പോണത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം ഒരു വക്കത്തെങ്കിലും നിസ്കരിക്കാൻ, ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് നടന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. വണ്ടി പോയ കാര്യം ചോദിച്ചില്ല, നടന്നു പോയവര്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നടക്കാൻ വയ്യ. പറ്റുമെങ്കിൽ പള്ളിക്കകത്തെങ്ങാണ് മിഹ്റാബിന്റെ അകത്ത് വരെ വണ്ടി കയറി പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ കയറിപ്പോയേനെ. നമുക്ക് നടക്കാൻ വയ്യ. അള്ളാടെ പള്ളിയിലേക്ക് നടക്കാൻ എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല? വാപ്പായിട്ട് ചോദിക്കും, വാപ്പ ജമാഅത്തിന് പള്ളിയിൽ പോകുന്നില്ലേ? ഉസ്താദെ, വേദനയാ ഉസ്താദെ, നടുവേദനയാ ഉസ്താദെ, ഒരു ചുവട്ടടി എനിക്ക് മുന്നോട്ട് വെക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഹാജിയാരെ, കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, ബ്ലോക്ക് ഉണ്ട്, രാവിലെയും വൈകിട്ടും നടന്നില്ലെങ്കിൽ ചാവും. ഡോക്ടർ എന്താ പറയും? കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, രാവിലെയും വൈകിട്ടും കുറച്ചു നേരം നടന്നില്ലെങ്കിൽ എളുപ്പകാലത്ത് തീർന്നു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞാൽ നടക്കും അല്ലേ? അരച്ചിക്ക്. എടാ, അള്ളാടെ പള്ളി സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ ഇന്ന് വരെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാത്ത വാപ്പ ഡോക്ടർ പറഞ്ഞു ചത്തുപോകുമെന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റ് നടക്കും. പെണ്ണുമ്പുള്ള അലാറം വെച്ചിട്ട് വിളിക്കും. ഇന്ന് വരെ സുബഹി നിസ്കരിക്കാൻ വിളിക്കാത്ത പെണ്ണുമ്പുള്ള ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞു നടന്നില്ലെങ്കിൽ മരിച്ചു പോകും, അതുകൊണ്ട് ഭർത്താവിനെ നടത്തിപ്പിക്കണമെന്ന് ഭാര്യയോട് ഡോക്ടർ പറഞ്ഞു കൊടുത്ത രാവിലെ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് പറയും, വാ നമുക്ക് നടക്കാൻ പോകാം. ഭാര്യ പറയും, നമുക്ക് നടക്കാൻ പോകാം. പേടിയാണോ? ഞാൻ കൂടെ വരാം. ഭർത്താവ് രാവിലെ നിങ്ങൾ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് 5:30 6 മണിക്കൊക്കെ നോക്കിയ റോഡിൽ കൂടെ ഭാര്യയും ഭർത്താവ് നടക്കുന്നത് കാണാം. ഭർത്താവ് മുന്നിൽ നടക്കും, ഭാര്യ ഒരു കമ്പും പിടിച്ചോണ്ട് പുറകെ നടക്കും. നായി വന്ന തല്ലാൻ. ആലോചിക്കേ, ഇതാടാ ആലോചിക്ക്. അള്ള പറഞ്ഞ് നടക്കട 5 നേരം പള്ളിയിലേക്ക്. സഹോദര, പള്ളി നടന്നു പോയാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? അള്ളാടെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടന്നു പോകുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഞാൻ നിർത്തുകയാ. നരകത്തിന്റെ മുകളിലൂടെ അള്ള ഒരു പാലം കെട്ടിയിട്ടുണ്ട്, സിറാത്ത് എന്ന പാലം. ഈ പാലം കടന്നാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും. സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി സിറാത്ത് എന്ന് പറയുന്ന പാലമാണ്. ഈ പാലത്തിന്റെ മുകളിലൂടെ അല്ലാതെ പോകാൻ ഒരു വഴിയുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സർവ്വ എണ്ണവും അതിന്റെ മുകളിൽ കയറിയേ പറ്റും. സിറാജാണെങ്കിലും മോഡിയാണെങ്കിലും അതിന്റെ മോടി കേറിയേ പറ്റും. എല്ലാരും ആ പാലത്തിന്റെ മുകളിൽ കൂടെ കേറിയേ പോകാൻ പറ്റും. ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത്, അസ്വിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സ്വൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള ഒരു മുടിയെടുത്ത് 7 ആയിട്ട് ഇങ്ങനെ വിഹിതം വെച്ചു, 7 ആയിട്ട് ഇങ്ങനെ മുറിച്ചു. എന്നിട്ട് ഒരു അംശം ഇങ്ങനെ എടുത്തു നോക്കണം എത്രയുണ്ടെന്ന്. ഇതുപോലെ നേർമയാ, മുടി പോലെ അതുപോലെ നേർമയുള്ളതാ സിറാത്ത് എന്ന പാലം. വല്ലാത്ത ഇരുളും വല്ലാത്ത വഴുവഴുപ്പും വല്ലാത്ത നീളമായി ഈ പാലത്തിന്. നമ്മൾ ഇന്ന് വരെ 1 കിലോമീറ്റർ നീളമുള്ള പാലമൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന് 50,000 കൊല്ലം കയറ്റം ഇറക്കം നിരപ്പ്. അങ്ങനെ കയറ്റം നിരപ്പ് ഇറക്കം 50,000 കൊല്ലം 70,000 കൊല്ലം എന്നൊക്കെ ചരിത്രം പറയുന്നു. അപ്പൊ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ നീളം കോടാനി കോടി കൊല്ലം നടന്നാലും ഈ സിറാത്ത് പാലം തീരൂല, അത്രയ്ക്ക് നീളമാണ്. കാരണം അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം. അപ്പൊ ഇങ്ങനെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചാൽ തീരാത്ത നീളമുള്ള ഈ പാലത്തിൽ കൂടെ നമ്മൾ എന്ന് സ്വർഗത്തിൽ പോകാനാ? അപ്പൊ സ്വഹാബത്ത് അവിടെ നിന്ന് ചോദിച്ചപ്പോ മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാര് ഒരു ചുവട്ടടി വെക്കുമ്പോ കോടിക്കണക്കിന് വർഷം സഞ്ചരിക്കുന്ന ദൂരം ഒറ്റ ചുവട്ടടി. ഒരു കാലെടുത്ത് വെച്ചാൽ മതി, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഒറ്റ കാൽ ചുവട്ടിൽ അങ്ങ് പോകും. ഇതുപോലെ നടന്നു പോകുന്ന ചില ആൾക്കാരുണ്ട്. 7 സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും നടന്നുപോയി